മൊഡ്യൂൾ 1 ചാപ്റ്റർ 4 കടക്കാം. മാർക്കറ്റ് ഇടനിലക്കാർ, മാർക്കറ്റ് ഇന്റർമീഡിയറീസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപാടുകൾ സുഗമമായി നടക്കുന്നതിന് നിരവധി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണ്. ഒരു ട്രേഡിംഗ് ടെർമിനലിൽ ലോഗിൻ ചെയ്യുന്ന സമയം മുതൽ ഓഹരികൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തുന്നത് വരെ വിപണി ഇടനിലക്കാർ തടസ്സങ്ങളില്ലാതെ നിങ്ങളുടെ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ആവശ്യമുണ്ട്. അതായത് ഈ ബാക്ക് ആൻഡ് പ്രോസസ്സ് എല്ലാം ചെയ്യുന്നതിനായിട്ട് നിരവധി സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ സ്ഥാപനങ്ങളെ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ മാർക്കറ്റ് ഇടനിലക്കാർ, മാർക്കറ്റ് ഇന്റർമീഡിയറീസ് എന്ന് പൊതുവിൽ പറയുന്നത്. ഈ ചാപ്റ്റർ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മാർക്കറ്റ് ഇന്റർമീഡിയറിയാണ് സ്റ്റോക്ക് ബ്രോക്കർ, ഓഹരി ദല്ലാൾ. ഓഹരി വിപണിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇന്റർമീഡിയറിയാണ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ. ഒരു സ്റ്റോക്ക് ബ്രോക്കർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ട്രേഡിംഗ് അംഗമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. ഒരു ബ്രോക്കിംഗ് ലൈസൻസും ഇവർക്കുണ്ടാകും. സെബിയുടെ ഒരു അപ്രൂവലും ഇവർക്ക് നിർബന്ധമാണ്. കാരണം സെബിയുടെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസിൻ്റെ അണ്ടറിലാണ് ഒരു സ്റ്റോക്ക് ബ്രോക്കർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഒരു ഓഹരിയോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപം നടത്തണമെങ്കിൽ അതിനെ നമുക്ക് സഹായിക്കുന്ന നമ്മുടെ പ്രധാന എൻട്രി പോയിന്റ് ആണ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ. ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് ഓപ്പൺ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് നമ്മൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഓഹരികൾ നിക്ഷേപം നടത്താനോ ഓഹരികൾ വിൽക്കാനോ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത നിരവധി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. ഇതിൽ നിന്നും ഒരു സ്റ്റോക്ക് ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് പല മാനദണ്ഡങ്ങളും പരിഗണനയ്ക്കായിട്ട് എടുക്കാം. പ്രധാനപ്പെട്ട പരിഗണന എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതായിട്ട് ബ്രോക്കർ പ്ലാറ്റ്ഫോമിൻ്റെ സിംപ്ലിസിറ്റിയാണ്. നമുക്ക് ട്രേഡ് ചെയ്യുന്നതിനായിട്ട് ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റോ മൊബൈൽ ആപ്ലിക്കേഷനോ ആ പ്ലാറ്റ്ഫോമിൻ്റെ സിംപ്ലിസിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ബ്രോക്കിംഗ് ഫേമിൻ്റെ സപ്പോർട്ട് സംവിധാനത്തിൻ്റെ കാര്യക്ഷമത, എത്രമാത്രം എഫക്റ്റീവായിട്ടാണ് ഇവർ നമ്മുടെ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മൂന്നാമതായിട്ട് ഏതൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരു ബ്രോക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ടാക്സ് പി ആൻഡ് എൽ, ട്രേഡ് ബുക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടുകൾ തുടങ്ങിയ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും പരിഗണനയ്ക്കായിട്ട് എടുക്കണം. നാലാമതായിട്ട് ഈ നമ്മൾ അക്കൗണ്ട് തുടങ്ങാൻ പോകുന്ന സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ വെൽത്ത് അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നഷ്ടത്തിലോടുന്ന കമ്പനികളിൽ അക്കൗണ്ട് തുറക്കാതിരിക്കുന്നതാണ് നമ്മുടെ പണം സേഫായിട്ടിരിക്കാൻ നല്ലത്. അഞ്ചാമതായിട്ട് എന്തൊക്കെ തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എന്നും പരിഗണനയ്ക്കായിട്ട് എടുക്കേണ്ടതുണ്ട്. ഒരു സ്റ്റോക്ക് ബ്രോക്കറെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ബ്രോക്കറിൽ നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. ഈ അക്കൗണ്ട് നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റോക്ക് ബ്രോക്കറുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പല രീതികളുണ്ട്. പ്രധാനപ്പെട്ട 3 രീതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേതായിട്ട് ഫോൺ വഴി നമുക്ക് സ്റ്റോക്ക് ബ്രോക്കറുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. നമുക്ക് ഫോൺ വിളിച്ചുകൊണ്ട് സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനുമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടി സ്റ്റോക്ക് ബ്രോക്കർ ആ പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യും. രണ്ടാമതായിട്ട് നമ്മൾ സ്വയം ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്റ്റോക്ക് ബ്രോക്കർ നമുക്കൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം സ്റ്റോക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ എടുത്തിട്ട് നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമായിട്ട് സാധിക്കും. സ്വയം ചെയ്യാനായിട്ട് സാധിക്കും ഈ ബ്രോക്കിംഗ് ഫേം പ്രൊവൈഡ് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട്. അത് വെബ്സൈറ്റിലുള്ള പ്ലാറ്റ്ഫോമും ഉണ്ടാവും, മൊബൈൽ ആപ്പുകളായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ ബ്രോക്കിംഗ് ഫേമുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ രീതി എന്നുള്ളത് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് API രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള സംവിധാനവും ഇന്ത്യൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ബ്രോക്കേഴ്സ് അതിന് ചെറിയ ഫീസുകളും ഈടാക്കുന്നതായിട്ടുണ്ട്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അടിസ്ഥാന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തെ സേവനം സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേതായിട്ടുള്ളത് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്കും ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തേതായിട്ട് ബാക്ക് ഓഫീസ് വർക്കുകൾ ചെയ്തു തരുന്നു. അതായത് നമ്മുടെ അക്കൗണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള വിവിധ റിപ്പോർട്ടുകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു പോർട്ടൽ ബാക്ക് ഓഫീസും ഈ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നാലാമതായിട്ട് കോൺട്രാക്ട് നോട്ടുകൾ, ഓരോ ദിവസം നടത്തിയ ഇടപാടുകളുടെ വിശദ വിവരങ്ങൾ ചുരുക്കി പറയുന്ന ഒരു രേഖ, കോൺട്രാക്ട് നോട്ട് നമുക്ക് ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അഞ്ചാമത്തെ പ്രധാന സേവനം കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഫോൺ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി വരെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നമുക്കായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഫെസിലിറ്റി സ്റ്റോക്ക് ബ്രോക്കർ നമുക്ക് നൽകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസിലിറ്റേഷൻ ബ്രോക്കേഴ്സ് ചെയ്തു തരുന്നത്
മാർജിൻ മണി നൽകുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഏർപ്പാട് ചെയ്യാറുണ്ട്. ഇതിന്റെ മാർജിൻ ഫണ്ടിങ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ നോക്കാം. ഇതൊക്കെയാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ. ഈ സേവനങ്ങളൊക്കെ നൽകുന്നതിന് സ്റ്റോക്ക് ബ്രോക്കർ ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. ഈ ഫീസിനെ നമ്മൾ പൊതുവിൽ ബ്രോക്കറേജ് ചാർജ് അല്ലെങ്കിൽ ബ്രോക്കറേജ് എന്ന് പറയാറുണ്ട്. ഓരോ ബ്രോക്കിംഗ് ഫേമിനും ഈ ബ്രോക്കറേജ് ചിലപ്പോൾ വ്യത്യാസപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. അപ്പം നമ്മൾ സ്റ്റോക്ക് ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ബ്രോക്കറേജ് ചാർജും കൂടെ പരിഗണനയ്ക്ക് എടുത്തുകൊണ്ടായിരിക്കണം. രണ്ടാമത്തെ മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് ഡെപ്പോസിറ്ററി. നമ്മളൊരു ഭൂമി വാങ്ങിക്കുകയാണെങ്കിൽ ആ ഭൂമിയുടെ പുറത്തുള്ള ഉടമസ്ഥ അവകാശം നമുക്ക് കാണിക്കാൻ സാധിക്കുക ആ രേഖകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും, ആധാരം ടൈറ്റിൽ ഡീഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഇതുപോലെ കമ്പനിയുടെ ഉടമസ്ഥാവകാശമാണ് എക്വിറ്റി ഷെയർസ്. അപ്പോൾ കമ്പനിയുടെ ഉടമസ്ഥതയ്ക്കുള്ള നമ്മുടെ അവകാശം തെളിയിക്കാനുള്ള രേഖയാണ് ഒരു ഷെയർ സർട്ടിഫിക്കറ്റ്. 1996 മുൻപ് വരെ ഈ ഷെയർ സർട്ടിഫിക്കറ്റ് പേപ്പർ ഫോർമാറ്റിലായിരുന്നു. എന്നാൽ 1996 ശേഷം ഈ ഷെയർ സർട്ടിഫിക്കറ്റുകളെല്ലാം ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. ഇങ്ങനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റപ്പെടുന്നതിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ചുരുക്കപ്പേരിൽ അതിനെ ഡിമാറ്റ് എന്നും പറയും. ഈ ഡിമാറ്റ് ഫോമിലുള്ള ഓഹരി സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ഇത് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട്. ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് നമുക്ക് ഈ ഒരു ഫെസിലിറ്റേഷൻ ചെയ്തു തരുന്നത്. നമ്മൾ ഒരു ബ്രോക്കറുടെ കീഴിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ടും ഡെപ്പോസിറ്ററിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടുകളും കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ട് ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ടെർമിനലിൽ നമുക്ക് നമ്മുടെ ഏതൊക്കെ ഷെയർസ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രേഖകളും അവിടെ നമുക്ക് ലഭിക്കും. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ SBIയുടെ ഓഹരികൾ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം. എന്നിട്ട് ആ ഷെയറിൻ്റെ വില നോക്കുന്ന അത് വാങ്ങാനായിട്ട് ഓർഡറും ഇടുന്നു. ഈ ജോലി പൂർത്തിയായി നിങ്ങൾ വാങ്ങിച്ച ഈ ഓഹരികൾ, SBIയുടെ ഓഹരികൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആകാൻ പോകുന്നത്. ആ വിവരം നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഇനി നിങ്ങൾ ആ ഷെയർ വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ആ ഷെയറുകൾ ഡെബിറ്റ് ചെയ്ത് തിരിച്ച് എക്സ്ചേഞ്ചിലേക്ക് പോവുകയും ചെയ്യും. ഇതും നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ രണ്ട് അക്കൗണ്ടുകളും ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 2 ഡെപ്പോസിറ്ററികൾ മാത്രമാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തേത് NSDL നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും രണ്ടാമത്തേത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ഇന്ത്യ ലിമിറ്റഡും CDSലും. ഒന്നാമത്തേത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെതും രണ്ടാമത്തേത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെതും കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കാനായിട്ട് നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് നേരിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ബ്രോക്കർ വഴിയാണല്ലോ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും നമ്മൾ നേരിട്ട് NSDLിലേക്കോ CDSLിലേക്കോ പോലെയുള്ള ഡെപ്പോസിറ്ററുടെ അടുത്തേക്ക് നേരിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ബ്രോക്കിംഗ് ഫേമുകൾ എല്ലാതും തന്നെ ഡെപ്പോസിറ്ററിയിൽ പങ്കാളിയായിട്ടുള്ള ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റും കൂടിയാണ്. അപ്പം ഈ ബ്രോക്കറുടെ അടുത്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടും കൂടി നമുക്ക് വേണ്ടി ബ്രോക്കർ ഡെപ്പോസിറ്ററിയിൽ ഓപ്പൺ ചെയ്ത് തരും. ഈ ഡെപ്പോസിറ്ററി കമ്പനികളും NSDLും CSDLും സെബിയുടെ കൃത്യമായ ഗൈഡ് ലൈൻസിൻ്റെ അകത്താണ് പ്രവർത്തിക്കേണ്ടത്. സെബിയാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇന്റർമീഡിയറിയാണ് ബാങ്കുകൾ. ഈ മാർക്കറ്റ് എക്കോസിസ്റ്റത്തിൽ ബാങ്കുകൾ ഒരു ക്രൂഷ്യൽ പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ട്രേഡിങ്ങിനായിട്ട് നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണ്. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് നിങ്ങൾക്ക് ഒന്നിലധികം നിങ്ങളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു അക്കൗണ്ടിലേക്ക് മാത്രമേ പണം തിരിച്ച് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് പ്രൈമറി അക്കൗണ്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിലേക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് പണം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 3 അക്കൗണ്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടായിട്ട് കീപ്പ് ചെയ്യണം. ആ അക്കൗണ്ടിലേക്ക് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് പണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളായിട്ടുള്ള ഡിവിഡൻഡ് പേയ്മെൻറ്റുകളും ബൈബാക്കുകളിൽ നിന്നുള്ള പണവും എല്ലാം നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകാൻ പോകുന്നത് പ്രൈമറി അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട്
ട്രേഡിംഗ് അക്കൗണ്ട് ബ്രോക്കറുടെ അടുത്ത് ഓപ്പൺ ചെയ്തത്, ഡെപ്പോസിറ്ററുടെ അടുത്ത് ഓപ്പൺ ചെയ്ത ഡിമാറ്റ് അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടുകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാണ് നിങ്ങളുടെ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റേഷൻസ് എല്ലാം ചെയ്യുന്നത്. ബാക്ക് എൻഡിൽ ഈ പ്രോസസ് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കിതെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ മാത്രം എൻഗേജ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. 4ാമത്തെ പ്രധാനപ്പെട്ട ഇന്റർമീഡിയറിയാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻസ്. ക്ലിയറിംഗ് കോർപ്പറേഷൻസിന്റെ ജോലി എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ട്രേഡുകൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് ക്ലിയറിംഗ് കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ജോലി. ഒരാൾ ഒരു ഷെയർ വാങ്ങാനായിട്ട് ഓർഡർ ഇടുമ്പോൾ അയാളുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ഒരാൾ ഒരു ഷെയർ വിൽക്കാനായിട്ട് ഓർഡർ ഇടുമ്പോൾ അയാളുടെ കയ്യിൽ ആ ഷെയർ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന എന്നുള്ളത് ക്ലിയറിംഗ് കോർപ്പറേഷന്റെ ജോലിയാണ്. എഗ്രി ആയി കഴിഞ്ഞാൽ ഈ 2 പേരും ഈ ട്രേഡിൽ നിന്ന് പിന്മാറുന്നില്ല എന്നും 2 പേരുടെയും താല്പര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ജോലി ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെതാണ്. ക്ലിയറിംഗ് കോർപ്പറേഷന്റെ അപ്രൂവലോട് കൂടിയാണ് ഓരോ ട്രേഡുകളും എക്സിക്യൂട്ട് ആവുന്നത്. 2 പ്രധാനപ്പെട്ട ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ആണുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ NSE ക്ലിയറിംഗ് ലിമിറ്റഡും രണ്ടാമത്തേത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇന്ത്യൻ ക്ലിയറിംഗ് കോർപ്പറേഷൻസും, അതായത് ICCL എന്നറിയപ്പെടുന്ന ഈ 2 കോർപ്പറേഷൻസ് ആണ് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ക്ലിയറിംഗ് കോർപ്പറേഷൻസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വാങ്ങുന്നയാളെയും വിൽക്കുന്നയാളെയും തിരിച്ചറിഞ്ഞ് ഡെബിറ്റ് ക്രെഡിറ്റ് പ്രക്രിയ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. യാതൊരു ഫ്രോഡും ഇല്ല എന്ന് ഉറപ്പാക്കുക ക്ലിയറിംഗ് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ്. ഒരാൾ വിൽക്കാൻ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അയാളുടെ കയ്യിൽ ഷെയറുകൾ ഉണ്ടെന്നും വാങ്ങാൻ വരുന്നതിന് അയാളുടെ കയ്യിൽ കൃത്യമായിട്ട് പണം ഉണ്ടെന്നുള്ളതും ഉറപ്പാക്കുന്നത് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു നിക്ഷേപകൻ നേരിട്ട് ഈ ക്ലിയറിംഗ് കോർപ്പറേഷന്റെ ഓഫീസുകൾ പോകേണ്ടതിന്റെ ആവശ്യം വരുന്നില്ല. അതും നമുക്ക് സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ ട്രേഡിംഗ് ടെർമിനൽ വഴി ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാത്തിലും തന്നെ ഒരു നിക്ഷേപകൻ എന്നുള്ള രീതിക്ക് നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇല്ല. എന്നിരുന്നാൽ കൂടി മാർക്കറ്റിന്റെ ബേസിക്സ് മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്തത്. നമുക്ക് സാധാരണ രീതിക്ക് ഒരു ഷെയർ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഈ ബാക്ക് എൻഡിലെ പ്രോസസ്സ് അറിഞ്ഞില്ലെങ്കിൽ കൂടെ നമുക്ക് അവ ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ഇന്റർമീഡിയറീസിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്കായി എന്ന് കരുതുന്നു. നമുക്കിത് അറിവില്ലെങ്കിൽ കൂടെ നമുക്ക് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ്.